മുഷാവറ യോഗത്തിന് ശേഷം ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തെറ്റാണെന്ന സംസ്ഥാന പ്രസ്താവന തള്ളി മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. കള്ളന്മാർ എന്ന ഉമർ ഫൈസി പറഞ്ഞതിന് പിന്നാലെ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് നദ്വി ആവർത്തിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് നദ്വിയുടെ വിശദീകരണം. ഗൂഗിൾ ചേർന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, എന്താണ് വിശദീകരണത്തിൽ വ്യക്തമാകുന്നത്? സമസ്തയുടെ പ്രസ്താവന ബഹാവുദ്ദീൻ നദ്വി പൂർണ്ണമായിട്ട് തള്ളുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം 11-ാം തീയതിയായിരുന്നു സമസ്ത മുഷാവറ യോഗം കോഴിക്കോട് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ആ യോഗത്തിലെടുത്ത ആ തീരുമാനത്തോട് ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ അംഗമായിരുന്ന ഉമർ ഫൈസി മുക്കം സഹകരിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്നായിരുന്നു അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടയും ഒക്കെ വന്നത്. സാദിഖ് അലി തങ്ങൾക്കെതിരെ മലപ്പുറം എടവണ്ണപ്പാറയിൽ വെച്ച് ഉമർ ഫൈസി മുക്കം നടത്തിയ ഖാസി പരാമർശമായിരുന്നു സമസ്തയിലെ ഭിന്നതകൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് ഉമർ ഫൈസി മുക്കം യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഉമർ ഫൈസി മുക്കം അതിൽ തയ്യാറായില്ല. അതോടുകൂടിയിട്ടായിരുന്നു കള്ളന്മാർ എന്നൊരു പരാമർശം ഉമർ ഫൈസി മുക്കം സമസ്ത മുഷാവറ അംഗങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ച ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് തന്നെ കൂടി ഉദ്ദേശിച്ചിട്ടാണല്ലോ കള്ളന്മാർ എന്നൊരു പരാമർശം നടത്തിയത്, അതുകൊണ്ട് താൻ ഈ യോഗത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്. ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. സമസ്ത മുഷാവറ യോഗത്തിലെ സമസ്ത അധ്യക്ഷൻ ഇറങ്ങിപ്പോയി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. അതിനെ തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല എന്ന രീതിയിൽ സമസ്ത പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ തള്ളുകയാണ് മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി. മുഷാവറ യോഗത്തിനിടയിൽ സമസ്ത അധ്യക്ഷൻ ഇറങ്ങിപ്പോയി എന്നത് വസ്തുതയാണ് എന്നാണ് ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഉമർ ഫൈസി മുഖത്തിന്റെ കള്ളന്മാർ എന്ന പ്രസ്താവനയെ തുടർന്ന് തന്നെയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്. സമസ്തയുടെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ ഒരു കുറിപ്പ് ഇറക്കേണ്ടി വരുന്നത് സമസ്തയുടെ പ്രസ്താവന യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും ഈ ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. താനൊരു സത്യവിശ്വാസിയാണ്, അതുകൊണ്ട് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകുന്നത്. മുഷാവറ യോഗത്തിന് ശേഷവും സമസ്തക്കകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ അവസ്ഥക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി ഗൂഗിൾ.